ഇന്ന് നമുക്ക് നെല്ലിക്ക വെള്ളയ്ക്ക് അച്ചാറിടാം. അതിനുവേണ്ടി ഞാൻ 1/2 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഇതുപോലെ കുഞ്ഞു പീസസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്ന ഉണ്ടമുളകാണ്. ഉണ്ടമുളകിന് പകരം കാന്താരി മുളകോ പച്ചമുളകോ എടുക്കാവുന്നതാണ്. ഇതുപോലെ നെടുകെ കീറി വേണം എടുക്കാൻ. പിന്നെ നമുക്കൊരു മസാലക്കൂട്ട് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലിട്ട് ഓരോ ടേബിൾ സ്പൂൺ വീതം ഉലുവയും കടുകും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കുക. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ തരി തരിയായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ചൂടായ ഒരു പാനിലേക്ക് 5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഉണ്ടമുളക് നെടുകെ കീറി വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലിട്ട് കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് വെച്ചേക്കുന്നത്. നേരത്തെ മുറിച്ച് വെച്ചേക്കുന്ന നെല്ലിക്കയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. കുറച്ച് കായപ്പൊടി ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നേരത്തെ പൊടിച്ച് വെച്ചേക്കുന്ന മസാലക്കൂട്ടും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അധികം നേരം ചൂടാക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഒരു 5 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ നെല്ലിക്ക വെള്ളക്കിട്ട അച്ചാർ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.